2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഗംഭീര സിനിമകളുടെ വർഷമായി മാറാൻ പോവുകയാണ്. കാരണം റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് താരങ്ങളുടെ ചിത്രങ്ങളും വലിയ പ്രതീക്ഷകൾ നൽകുന്ന വമ്പൻ ചിത്രങ്ങളാണ്. ആദ്യം എടുത്തു പറയേണ്ടത് മോഹൻലാൽ ചിത്രത്തെ തന്നെയാണ്. കാരണം മലക്കോട്ടെ വാലിബനും ബറോസും ഒക്കെ റിലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് വലിയ താരങ്ങളുടെ സിനിമകളുടെ റിലീസുകൾ പ്രഖ്യാപിക്കാനുണ്ട്. അതിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രമാണ്. കഴിഞ്ഞ ന്യൂ ഇയർ ദിവസം ആരാധകർക്ക് കൊടുത്ത ഒരു പോസ്റ്റർ ആ പ്രതീക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചു. അതിനുശേഷം മലക്കോട്ടെ വാലിബനോ ഭ്രമയുഗമോ എന്ന രീതിയിൽ വലിയൊരു ചോദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചോദിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു. മീഡിയക്കാർ വലിയ വാർത്തകളാക്കി മാറ്റുകയും ചെയ്തു. ഭ്രമയുഗവും മലക്കോട്ടെ വാലിബനും ശക്തമായ കോമ്പറ്റീറ്റേഴ്സായി 2024 എത്തുകയാണ്. ഇവരിൽ ആർക്കായിരിക്കും മുൻതൂക്കം, ആർക്കായിരിക്കും മികച്ച രീതിയിൽ കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കാൻ കഴിയുക, പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഏത് ചിത്രത്തെയായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങളുമായി എത്തുമ്പോൾ രണ്ട് ചിത്രങ്ങളെയും കുറിച്ചുള്ള പ്രഡിക്ഷനും ഡീകോഡിങ്ങും മറ്റുമായി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കൂടുകയാണ്. ഭ്രമയുഗത്തിന്റെ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ലൈറ്റ് ഹൗസ്, ദ വിച്ച്, ഹെറിഡിറ്ററി, ഗെറ്റ് ഔട്ട് പോലുള്ള ഹോളിവുഡ് പടങ്ങളുടെ മൂഡായിരിക്കും സിനിമയിൽ ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് ഒരു വമ്പൻ കൊമേഴ്ഷ്യൽ സക്സസ് പ്രതീക്ഷിക്കുന്നവർ നിരാശരാകേണ്ടി വരാൻ ചാൻസ് ഉണ്ടെന്നും ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഹൊറർ ഫിലിം ആയിരിക്കും ഭ്രമയുഗം. ഇതേ സംവിധായകന്റെ ആദ്യ ചിത്രം ഭൂതകാലം ബഡ്ജറ്റ് പരിമിതികൾ കൊണ്ട്, സ്ക്രിപ്റ്റിന്റെ പോരായ്മ കൊണ്ടും ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രം തോന്നിച്ച സിനിമയാണ് എന്നാണ് ഈ പറയുന്ന വ്യക്തി സൂചിപ്പിക്കുന്നത്. പക്ഷേ അതുപോലെ ഒരു ട്രൈ മലയാളത്തിൽ അരവിന്ദനോ അടൂരോ മറ്റോ ആണ് അവസാനമായി ചെയ്തത്. കുമ്മാട്ടി, അനന്തരം തുടങ്ങിയ സിനിമകൾ. ഭൂതകാലത്തിന്റെ മുഴുവനായി കൺസീവ് ചെയ്യാൻ പറ്റാതെ പോയത് ഭ്രമയുഗത്തിൽ പിഴവുകൾ തിരുത്തി രാഹുൽ സദാശിവന് സാധിക്കുമെന്ന് തന്നെ വിശ്വാസം. ഒരിടത്ത് പ്രതീക്ഷ വെക്കുമ്പോൾ ഒരിടത്ത് ഇതുപോലുള്ള ഒരു കൺസേണും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഭ്രമയുഗത്തിന്റെ ഒരു പ്രതീക്ഷ കൂട്ടിയത് അവസാനം പുറത്തുവിട്ട പോസ്റ്റർ തന്നെയാണ്. ഇത് കണ്ട് ആരാധകർ ശരിക്കും ഞെട്ടുകയും ചെയ്തു. അപ്പോൾ മറ്റൊരിടത്ത് മലക്കോട്ടെ വാലിബന്റെ പോസ്റ്ററും ടീസറും തന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയും പ്രതീക്ഷ വാനോളമാണ്, ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്തിടെ ചിത്രത്തിന്റെ ഡ്യൂറേഷൻ ടൈമുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ചിത്രത്തിന്റെ ഹിന്ദി വെർഷൻ സെൻസറിങ്ങിന് പോയപ്പോൾ മുംബൈയിൽ നിന്നും എത്തിയ റിപ്പോർട്ടുകൾ പ്രകാരം 127 മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ടൈം എന്ന് പറഞ്ഞു. എന്നാൽ മലയാളം വെർഷന് 2 മണിക്കൂറും 32 മിനിറ്റും ഡ്യൂറേഷൻ ഉണ്ട് എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ടൈമിംഗ് തന്നെയാണ് മലയാളത്തിൽ ഉണ്ടാകുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് സാധ്യതയുള്ള സിനിമ എന്നതാണ് വാലിബനെ മലയാളികൾ നോക്കിക്കാണുന്നത്. വാലിബൻ എന്ന ചിത്രത്തിന്റെ ഡീകോഡിങ്ങും കഥാപശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അവർ പല രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. വാലിബന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിബനെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്തിടെ വലിയ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. മലയാള മനോരമ പുറത്തുവിട്ട കഥയുടെ പശ്ചാത്തലമനുസരിച്ച് മോഹൻലാൽ നായകനാകുന്ന മലക്കോട്ടെ വാലിബൻ ഒരു അഭ്യാസിയുടെ ജീവിതം പറയുന്ന സിനിമയാണ്. ബുദ്ധസന്യാസികളുടെ ജീവിത പശ്ചാത്തലത്തിൽ ഒരു അഭ്യാസിയുടെ ജീവിതം പറയുന്ന ഒരു ഫാന്റസി ത്രില്ലർ എന്നതാണ് മലക്കോട്ടെ വാലിബനെ കുറിച്ച് അവർ പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ മുതൽ മലക്കോട്ടെ വാലിബന്റെ കഥാപാത്രം ഒരു പുരാണ കഥാപാത്രവുമായി ബന്ധമുള്ള രീതിയിൽ പല ഡീകോഡിങ്ങുകളും അവർ നടത്തി. മലക്കോട്ടെ വാലിബൻ ഒരിടത്ത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗവും അതേ ലെവലിൽ ചർച്ചയാകുന്നത്. ഇതേവരെ ഭ്രമയുഗത്തിന്റെ 3 പോസ്റ്ററുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 3ഉം ഏറെ വ്യത്യസ്തമാണ്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പോസ്റ്റർ ഓരോ സിനിമാ ആസ്വാദകരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചായങ്ങൾ പൂശി കിരീടം ധരിച്ച് നിഗൂഢത ഉണർത്തുന്ന മമ്മൂട്ടിയാണ് പോസ്റ്റർ. ദ ഏജ് ഓഫ് മാഡ്നസ് തന്നെയാണ് ഇത് എന്നാണ് നടന്റെ ലുക്ക് കണ്ട പ്രേക്ഷകർ ഒന്നാകെ പറയുന്നത്. ദുഷ്ടശക്തിയായ ആത്മാക്കളുടെ സഹായത്തോടെ ജീവിക്കുന്ന ആഭിചാര ക്രിയകൾ ഒക്കെ ചെയ്യുന്ന പാമ്പുകളോടൊപ്പം കഴിയുന്ന മധ്യവയസ്കൻ. നമ്മുടെ കുട്ടിക്കാലത്തെ പേടി സ്വപ്നമായ ഇത്തരം മനുഷ്യന്മാരുടെ കഥ പറയുന്ന സിനിമയാകുമ്പോൾ ഒപ്പം മമ്മൂട്ടിയുടെ വോയിസ് മോഡുലേഷൻ കൂടി ആകുമ്പോൾ കിട്ടുന്ന ഹൊറർ ഫീൽ ഇടിലൻ ആയിരിക്കും. ഒന്നുറപ്പാണ്, നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെയായിരുന്നു ആരാധകരുടെ ഭാവനയിൽ ഉയർന്ന ഈ ചിത്രത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ. അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുമുണ്ട്. അത്ര വലിയ ഇമ്പാക്റ്റ് ആണ് അവർക്ക് ഈ ചിത്രത്തിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവസാനമായി ഈ ചിത്രത്തിൽ നിന്നും അർജുൻ അശോകന്റെ ഒരു പോസ്റ്റർ, ഒരു ക്യാരക്ടർ പോസ്റ്റർ കൂടി പുറത്തു വന്നു. അർജുൻ അശോകന്റെ കരിയറിലെ ശക്തമായ ഒരു വേഷമായിരിക്കും ഇതെന്ന് വിലയിരുത്തപ്പെടുകയാണ്. ആസിഫ് അലി ചെയ്യാനിരുന്ന വേഷമാണ് ഇത്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ഭ്രമയുഗം ഷൂട്ടിംഗ് ആരംഭിച്ചതിനാൽ താരത്തിന് ഇത് ഒഴിവാക്കേണ്ടി വരികയായിരുന്നു. ഇക്കാര്യം മുൻപ് ആസിഫ് തന്നെ തുറന്നു പറഞ്ഞതുമാണ്. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായിരുന്നു ഭ്രമയുഗമെന്നും മമ്മൂട്ടി ഈ ചിത്രം ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലെന്നും ആസിഫ് അന്ന് പറഞ്ഞിരുന്നു. അർജുന്റേത് ഏറെ ശ്രദ്ധേയമായ വേഷമായിരിക്കും. അത്രയും പ്രതീക്ഷിച്ച് ചെയ്യണമെന്ന് കരുതിയ വേഷമായിരുന്നു അതെന്നും അർജുനിലേക്ക് തന്നെ ആ വേഷം പോയതിൽ സന്തോഷമെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തിരുന്നു. പ്രധാനമായി 3 കഥാപാത്രങ്ങളാണ് ഭ്രമയുഗത്തിൽ ഉള്ളത്. നായകൻ എന്നൊന്നില്ല. ചെറിയൊരു വില്ലനസമുള്ള വേഷമാണ് മമ്മൂട്ടിയുടേത് എന്നായിരുന്നു മുൻപ് അർജുൻ അശോകൻ പറഞ്ഞത്. രാഹുൽ സദാശിവനാണ് ഭ്രമയുഗത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അർജുൻ അശോകന് പുറമെ സിദ്ധാർത്ഥ് ഭരതനും മുഖ്യവേഷത്തിൽ ചിത്രത്തിൽ ഉണ്ട്. ഒരിടത്ത് കാഷായം കണ്ട് സ്ഥിരം കുഴമ്പ് മുറിവണ്ണ ലൈൻ സ്വാമിയാണെന്ന് വിചാരിച്ച ശത്രുക്കൾക്ക് തെറ്റി. അയാളുടെ ശാന്തതയ്ക്കും പുഞ്ചിരിക്കും മുഖത്തിനും പിന്നിൽ എതിരാളികളെ ചാമ്പലാക്കുന്ന രൗദ്രത ഉണ്ടായിരുന്നു. അമാനുഷികനും മായാജാലക്കാരനും അഭ്യാസിയുമായ അയാളിൽ തങ്ങളുടെ രക്ഷകനെ കണ്ട് ആ ഗ്രാമവാസികൾ. എവിടെ നിന്നോ വന്നു എങ്ങോട്ടോ പോകുന്ന അയാൾക്ക് ആ ജനങ്ങളെ വർഷങ്ങളായുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമോ? മലക്കോട്ടെ
വാലിബനെ കുറിച്ച് ആരാധകരുടെ വാക്കുകൾ ഇങ്ങനെയുമാണ്. അങ്ങനെ രണ്ട് താരങ്ങളുടെയും ആരാധകർ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയ വർഷമായി 2024 മാറുകയാണ്. അവരുടെ രണ്ട് താരങ്ങളുടെയും ഗംഭീര സിനിമകൾ വരുന്നു. ഏത് സിനിമ 2024 തൂത്തുവാരും? ഇത് തന്നെയായിരുന്നു ഓരോ പ്രേക്ഷകന്റെയും ചോദ്യം. 2024 ആരെടുക്കും? വാലിബനോ ഭ്രമയുഗമോ? നിങ്ങൾ തന്നെ പറയൂ.